അടുത്തതായി ഡൈക്കോട്ട് ആൻഡ് മോണോക്കോട്ട് എംബ്രിയോൻ്റെ പിക്ചർ നമുക്ക് സ്ട്രക്ചർ ഒന്ന് നോക്കാം. ആദ്യമായി ഡൈക്കോട്ട് എംബ്രിയോ നമ്മൾ പറഞ്ഞാൽ രണ്ട് കോട്ടിലിഡൻ ഉണ്ടായിരിക്കും. സോ നമുക്ക് കാണാം ഇതൊരു കോട്ടിലിഡൻ, ഇതൊരു കോട്ടിലിഡൻ, രണ്ട് കോട്ടിലിഡൻ ഉണ്ടായിരിക്കും. അതുപോലെ നമ്മൾ പറഞ്ഞു എബോവ് ആൻഡ് ബിലോ പോർഷൻസ് പറഞ്ഞു. സോ പ്ലെമ്യൂള് ഷൂട്ടായിട്ട് മാറാൻ പോകുന്ന ഭാഗം എബോവ് ദ ലെവൽ ഓഫ് കോട്ടിലിഡനാണ് പ്ലെമ്യൂള്. അതുപോലെ കോട്ടിലിഡൻ്റെ ബിലോ പോർഷനാണ് ഹൈപ്പോകോട്ടൈൽ എന്ന് പറഞ്ഞു. സോ ഹൈപ്പോകോട്ടൈൽ ബിലോ ദ ലെവൽ ഓഫ് കോട്ടിലിഡൻ, എംബ്രിയോണൽ ആക്സിസിൻ്റെ കോട്ടിലിഡൻ്റെ താഴെയായിട്ട് കാണുന്ന ഭാഗമാണ് ഹൈപ്പോകോട്ടൈൽ. മേലെയുള്ള എംബ്രിയോണൽ ആക്സിസിൻ്റെ കോട്ടിലിഡൻ്റെ മേലെയുള്ള ഭാഗമാണ് പ്ലെമ്യൂള്. അതുപോലെ എൻഡ് ചെയ്യണ ഭാഗം, നമ്മുടെ ഹൈപ്പോകോട്ടൈൽ എൻഡ് ചെയ്യണ ഭാഗം നമ്മൾ റാഡിക്കലാണെന്ന് പറഞ്ഞു. ആ റാഡിക്കൽ എൻഡ് ചെയ്തിട്ട് ടെർമിനേറ്റ് ചെയ്തത് റൂട്ട് ക്യാപ്പ്, അല്ലെങ്കിൽ റാഡിക്കലിനെ കവർ ചെയ്തിട്ട് റൂട്ട് ക്യാപ്പ് കാണും. സോ ഇത്രയാണ് ഡൈക്കോട്ട് എംബ്രിയോൻ്റെ സ്ട്രക്ചർ. ഇനി മോണോക്കോട്ട് നോക്കിയ ചേഞ്ചസുകൾ നമുക്ക് കാണാൻ പറ്റും. നല്ല ഡിഫറൻസ് ഫീൽ ചെയ്യും. ഈ മോണോക്കോട്ടിൽ തന്നെ ഒരു എംബ്രിയോളം തന്നെ, ഇതൊരു ഗ്രാസിൻ്റെ എംബ്രിയോൻ്റെ ലോഞ്ചിറ്റ്യൂണൽ സെക്ഷനാണ്. LS ഓഫ് എംബ്രിയോ ഓഫ് എ ഗ്രാസ് ആണ്. ഇത് മോണോക്കോട്ടാണ്. ഗ്രാസ് മോണോക്കോട്ടാണ് നമുക്കറിയാലോ. സോ നമ്മൾ പറഞ്ഞു ഇതുപോലെ രണ്ട് കോട്ടിലിഡൻ ഉണ്ടായിരിക്കില്ല, ഒരു കോട്ടിലിഡൻ ഉണ്ടായിരിക്കുള്ളൂ. ആ ഗ്രാസ് ഫാമിലി നമ്മൾ ഒരു കോട്ടിലിഡൻ വിളിക്കുന്ന പേര് എന്തായാലും സ്കൂട്ടെല്ലാം. ഇതാണ് ആ സ്കൂട്ടെല്ലാം. അതുപോലെ നമുക്ക് കാണാൻ പറ്റുന്ന ഭാഗങ്ങളുണ്ട്. ഷൂട്ട് എപ്പെക്സ്, അതിൻ്റെ ഷൂട്ട് എപ്പെക്സും അതുപോലെ അതിൻ്റെ കോളിയോപ്റ്റൈലും, ഷൂട്ട് എപ്പെക്സ് കോളിയോപ്റ്റൈൽ. അതുപോലെ എൻഡ് ചെയ്യണ ഭാഗം, സോ കോളിയോപ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഷൂട്ടായിട്ട് മാറാൻ പോകുന്ന ഭാഗം ഷൂട്ട് എപ്പെക്സ്. ഇനി ഇതിന് എൻഡ് ചെയ്യണ ഭാഗം നമുക്ക് കാണാൻ പറ്റും. താഴെയുള്ളത് റാഡിക്കൽ, ഇവിടെ പറഞ്ഞ പോലെ റാഡിക്കൽ, റൂട്ട് ക്യാപ്പ്, അതിനെ കവർ ചെയ്തിട്ടുള്ള ആ ഒരു ഷീത്ത്, അൺഡിഫറൻഷ്യേറ്റഡ് ആയിട്ടുള്ള ഷീത്താണ് കോളിയോറൈസ. കോളിയോപ്റ്റൈലും നമ്മൾ പറഞ്ഞു ഒരു ഷീത്ത് ഉണ്ടെന്ന് പറഞ്ഞു. സോ ഷൂട്ട് എപ്പെക്സിനെ കവർ ചെയ്തിട്ടുള്ള കോളിയോപ്റ്റൈൽ, അതുപോലെ റൂട്ടിനെ കവർ ചെയ്തിട്ടുള്ള കോളിയോറൈസ. ഇതാണ് ഡൈക്കോട്ടും മോണോക്കോട്ടിൻ്റെയും സ്ട്രക്ചറിലുള്ള ഡിഫറൻസ്.